ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ കേട്ടറ്റിൻ്റെ റിവിഷൻ സെക്ഷനാണ്. ഇതിൽ രണ്ടാമത്തെ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റ് 3 and 4 ഹിന്ദിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മഹാകവി കാളിദാസ് के जीवन पर आधारित मोहन रागेश का नाटक है. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ലഹരോं का राजहंस, आधे अधूरे, आषाढ़ का एक दिन, कोई नहीं. ഇങ്ങനെ ഒരു 4 നാടകങ്ങളുണ്ട്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റ്? ലഹരോं का राजहंस, आधे अधूरे, आषाढ़ का एक दिन, कोई नहीं. ഓക്കെ, അപ്പോൾ അതെന്താണ്? മഹാകവി കാളിദാസ് के जीवन, മഹാകവിയായിട്ടുള്ള കാളിദാസിൻ്റെ ജീവനെ ബേസ്, അദ്ദേഹത്തിൻ്റെ ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ട് മോഹൻ രാഗേഷ് എഴുതിയ നാടകമാണ് ഓപ്ഷൻ 3 आषाढ़ का एक दिन. ओके, आषाढ़ का एक दिन एक हिंदी नाटक है जिसे नाटककार മോഹൻ രാഗേഷിനെ 1958 ഈ നാടകം എഴുതുന്നത്. ഓക്കെ, ഇത് മഹാകവി കാളിദാസ് के जीवन पर केंद्रित है. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സർവനാം കെ കിത്തനെ ഭേദ് ഹെ, എത്ര ഡിവിഷൻ ഉണ്ട് അതിന്? ഓക്കെ, 6, 4, 2, 1. ഇതിലേതാണ് റൈറ്റ് ആൻസർ? ഓക്കെ, സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. 6 ആണ് സർവനാമിൻ്റെ ഭേദ്. നമ്മൾ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ സർവനാം കെ 6 ഭേദ് ഹോത്തെ ഹെ. 6 എന്ന് പറയുന്നത് പുരുഷവാചക, നിശ്ചയവാചക, നിജവാചക, പ്രശ്നവാചക, സംബന്ധവാചക, അനിശ്ചയവാചക. ഓക്കെ, ഇതൊക്കെയാണ്. അതിൽ പുരുഷവാചകം എന്ന് പറയുന്നത് തൂ, മേം, തൂ, മേം, ഹം, വഹ് ഇതൊക്കെ വരും. നിശ്ചയവാചക യഹ്, വഹ്. നിജവാചക ആപ്, പ്രശ്നവാചക ക്യാ, കോൻ, സംബന്ധവാചക ജോസോ, അനിശ്ചയവാചക കോയി, കുച്ച് ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എത്ര ഭേദുണ്ട്? അതിന് ആൻസർ 6 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിന്ദിയിലെ വ്യഞ്ജൻ വർണ്ണോങ്കി സംഖ്യ കിത്തനി ഹെ. ഹിന്ദിയിലെ വ്യഞ്ജൻ എത്ര എണ്ണം ഉണ്ട്? 22, 30, 33, 35. ഓക്കെ, നിങ്ങൾക്ക് ഇതിനൊപ്പം ആൻസർ ചെയ്ത് പോവാം. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ്. 33 ആണ്. 33 വ്യഞ്ജനാണ് ഹിന്ദിയിലുള്ളത്. നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ആൻസർ 33 ആണ്. അതുപോലെ തന്നെ എന്താണ് വ്യഞ്ജൻ എന്ന് വെച്ചാൽ എന്താണ്? ജിൻകാ ഉച്ചാരൺ സ്വരോങ്കി സഹായതാസെ ഹോത്താ ഹെ. എന്താണ്? സ്വരങ്ങളുടെ ഹെൽപ്പോട് കൂടിയാണ് അതിൻ്റെ ഉച്ചാരണം. അപ്പോൾ നമുക്ക് കായ് അറിയാം, അതിൻ്റെ നമ്മൾ എഴുതുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും. കാ പ്ലസ് ആ എന്നാണ് വരുന്നത്. ഓക്കെ, പ്രത്യേക വ്യഞ്ജനക്ക് ഉച്ചാരണമേ ആക്കി ധ്വനി ചുപ്പി രഹത്തി ഹെ. എന്താണ്? എല്ലാ വ്യഞ്ജൻ്റെ ഉച്ചാരണത്തിലും ആ എന്ന് പറയുന്ന ധ്വനി ചിപ്പി രഹത്തി അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വ്യഞ്ജൻ വർണ്ണോക്കി സംഖ്യ 33 ഹോത്തി ഹെ. അപ്പോൾ സ്വരവർണ്ണ എന്ന് പറയുന്നത് 11 ആണ്, 11 എണ്ണമാണ്. വ്യഞ്ജൻ എന്ന് പറയുന്നത് 33. പിന്നെ അഡീഷണൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് സംയുക്ത വ്യഞ്ജൻ 4 എണ്ണമാണ്, ദ്വിഗുണ വ്യഞ്ജൻ 2 എണ്ണം, അനുസ്വാർ എന്ന് പറയുന്നത് 1 എണ്ണം, ആൻഡ് വിസർഗ 1 എണ്ണം. ഇങ്ങനെയാണ് ഹിന്ദിയിലെ വർണ്ണത്തിൻ്റെ സ്ട്രക്ചർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സൃജനാത്മകത ബഡാനേമേ ഇൻമേ ക്യാ സഹായക് ഹെ. സൃജനാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇതിൽ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? ഫസ്റ്റ് 1 ആണ് ചർച്ചാമേ ഭാഗീദാരി, ഭാഷായി പ്രതിയോഗിതാവുമേ ഭാഗീദാരി, അഭിവ്യക്തി കെ ലിയെ പ്രോത്സാഹൻ, ഉപരിയുക്ത് സഭി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള 3 ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് പോകാൻ നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. ചർച്ചാമേ ഭാഗീദാരി എന്താണ്? നമ്മൾ ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്താണ്? നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒപ്പീനിയൻസ് അവരുടെ മുമ്പിൽ വയ്ക്കാൻ പറ്റും. ഓക്കെ, അത് തീർച്ചയായിട്ടും നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം കൂടുതൽ ഐഡിയാസ് നമുക്ക് കിട്ടും, നമുക്ക് കൂടുതൽ ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്താണ് ഭാഷായി പ്രതിയോഗിതാവുമേ ഭാഗീദാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ്, നമ്മളിപ്പോൾ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന വഴി കുട്ടികളിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി ബിൽഡപ്പ് ആകും. ഇപ്പം നമുക്കറിയാം ഹിന്ദിയായിട്ട് ബന്ധപ്പെട്ട് റൈറ്റിംഗ് കോമ്പറ്റീഷൻസൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്? ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് അഭിവ്യക്തി കെ ലിയെ പ്രോത്സാഹനം. അപ്പോൾ എന്താ അഭിവ്യക്തീകരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രസ് ചെയ്യുക, അതിന് ഒരു പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഉപരിയുക്ത് സബിയാണ്. സൃജനാത്മകത ബഡാനേമേ ये सभी सहायक है. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ആൻസർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ആണ് ഭാഷായി കൗശലമൊക്കെ വികാസ് കാ മനോവൈജ്ഞാനിക് ക്രമം. ഭാഷായി കൗശലം 4 എണ്ണമുണ്ട്. അതിനൊരു ക്രമമുണ്ട്, മനോവൈജ്ഞാനിക് ക്രമമുണ്ട്. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? സുന്ന, ബോൽന, പഠന, ലിഖന. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. സുന്ന, ബോൽന, പഠന, ലിഖന. സുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ് ആണ്. നമ്മൾ ആ ഓർഡർ തന്നെ ഓർത്തിരിക്കുക. ആദ്യം നമ്മളൊരു കുട്ടിയാണെങ്കിൽ ആദ്യം അത് കേൾക്കാനാണ് ശ്രമിക്കുന്നത്. മീൻസ് കൂടുതൽ കാര്യങ്ങൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇത് സംസാരിക്കാൻ തുടങ്ങുന്നത്. പിന്നീടാണ് അത് സ്കൂളിലൊക്കെ ജോയിൻ ചെയ്യുമ്പോഴാണത് പഠിക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണത് എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണിത്. ഭാഷായി കൗശലം വികാസ് കാ മനോവൈജ്ഞാനിക് ക്രം എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. സുന്ന, ബോൽന, പഠന, ലിഖന. ഓക്കെ, नेक्स्ट ആണ് वस्तुनिष्ठ प्रश्नों के उदाहरण. 4 ऑप्शंस ഉണ്ട്. लघुत्तरात्मक प्रश्न, निबंधात्मक प्रश्न, बहुविकल्पीय प्रश्न, विश्लेषणात्मक प्रश्न. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? वस्तुनिष्ठ प्रश्नों के उदाहरण क्या है എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, वस्तुनिष्ठ प्रश्नों के उदाहरण. ഓക്കെ, വസ്തുനിഷ്ഠ പ്രശ്നം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വാക്കിൽ ഉത്തരം പറയേണ്ട രീതിയിലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെയാണ് വസ്തുനിഷ്ഠ പ്രശ്നം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 മാർക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. മീൻസ് ഒറ്റ വാക്കിൽ ആൻസർ പറയേണ്ട ക്വസ്റ്റ്യൻസ്. അപ്പം 4 ഓപ്ഷൻസ് ഉള്ളത് ലഘുത്തരാത്മക പ്രശ്നം, നിബന്ധാത്മക പ്രശ്നം, ബഹുവികൽപ്പീയ പ്രശ്നം, വിശ്ലേഷണാത്മക പ്രശ്നം. ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ്. ബഹുവികൽപ്പീയ പ്രശ്നം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിനകത്ത് എന്താണ് നമ്മൾ ഒറ്റ 4 ഓപ്ഷൻസ് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. അതാണ് വസ്തുനിഷ്ठ प्रश्न उदाहरण. आंसर बहुविकल्पीय प्रश्न. एक शब्द के उत्तर या वस्तुनिष्ठ उत्तर की आवश्यकता होती है. ഇപ്പം മറ്റു ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലഘുത്തരാത്മകം എന്ന് പറയുമ്പോൾ എന്താണ്, ചെറിയൊരു പാരഗ്രാഫായിട്ട് വരും. ഓക്കെ, ഒന്നിൽ കൂടുതൽ സെൻറ്റൻസസ് വരും. നിബന്ധാത്മകം മീൻസ് ലോങ് ആൻസർ ആണ്. പിന്നെ വിശ്ലേഷണാത്മകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ലോങ് ആൻസറിൽ തന്നെ വരും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രവൺ കൗശൽ സെ താത്പര്യ ഹെ. ശ്രവൺ കൗശൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലേഖൻ की क्षमता, भाषण की क्षमता, सुनने की निपुणता, സൃജനാത്മകത की क्षमता. ഇതിലെന്താണ് ശ്രവൺ കൗശൽ? നമ്മുടെ LSRW സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ട ഭാഷായി കൗശലവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മുടെ ശ്രവൺ കൗശൽ അല്ലെങ്കിൽ സുന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. സുന്നേക്ക് നിപുണത. അതായത് ശ്രവൺ കൗശൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് നമുക്കുണ്ടാവണം. അത് അല്ലെങ്കിൽ ആ സ്കില്ല് വളർത്തിയെടുക്കുക എന്നാണ് ശ്രവൺ കൗശലിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശ്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. സുന്നേക്ക് നിപുണത. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ 7 ക്വസ്റ്റ്യൻസ്. നമുക്കിതിന് മെയിൻ ടോപ്പിക്കുകൾ ഒന്നുകൂടി പറയാം. മീൻസ് നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ മീൻസ് കുറച്ച് ദിവസങ്ങളൂടെ ഉള്ളൂ എക്സാമിന്. എന്തായാലും എനിവേസ് നിങ്ങൾ നോക്കുവാൻ പറ്റുവാണെങ്കിൽ നോക്കുക. ഒന്ന് ആഷാഡ് കെ ഏക് ദിൻ അല്ലെങ്കിൽ മോഹൻ്റെ അകേഷിൻ്റെ നാടക. ആ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സർവനാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വ്യഞ്ജനോങ്കി വർണ്ണ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് ഇവിടെ ഒരു നോട്ടായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നോട്ട് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് പിന്നെ ഹിന്ദി പെഡഗോജിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് വായിച്ച് നോക്കി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വരും, പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ LSRW സ്കിൽസ് മസ്റ്റായിട്ട് നോക്കേണ്ടതാണ്, കാരണം എല്ലാ എക്സാമിലും അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് വരുന്ന 4 സ്കിൽസിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ശ്രവൺ കൗശൽ, മൗഖിക അഭിവ്യക്തി കൗശൽ, പഠൻ കൗശൽ ആൻഡ് ലേഖൻ കൗശൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ഗായ്സ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.